കേരള സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐ പ്രതിഷേധിച്ചവരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. വൈസ് ചാൻസലർ നിയമനത്തിനെതിരെയാണ് എസ്എഫ്ഐ പ്രതിഷേധിച്ചത്. കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ് എസ്എഫ്ഐ പ്രതിഷേധം. സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സർവകലാശാല ക്യാമ്പസിന്റെ ഗേറ്റ് മറികടക്കാൻ എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം കണക്കിലെടുത്ത് സെനറ്റ് ഹാളിന്റെ മുഴുവൻ വാതിലുകളും ജനലുകളും അടച്ചു. വാതിൽ തള്ളി തുറക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. VC നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം. തെരഞ്ഞെടുക്കപ്പെട്ട ഇടത് സെനറ്റ് അംഗങ്ങളെ 4 മാസമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് മറ്റൊരു ആരോപണം. ഇനിയും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് എസ്എഫ്ഐ തീരുമാനം. വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ക്യാമ്പസിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പാനലാണ്. അതിനെ ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാനും അതിനെ പ്രവർത്തിക്കാനുള്ള അനുമതി തരേണ്ടത് ഇവിടെ ഇരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യണം. അതില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകും. പ്രതിഷേധം അവസാനിപ്പിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ മടങ്ങി. പിന്നാലെ പുറത്തിറങ്ങിയ ഗവർണർ സുരക്ഷാ വീഴ്ചയിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി. How do I know? I am addressing a meeting. Yes, sir, but that was... You are not interested. Sir, please listen to me now. You have asked the question. You are not interested in an academic seminar. In the number of people who are attending. You are always interested in disruptive activities. Yes, you are. 2 വർഷത്തിനിടെ ആദ്യമായാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത്. ഗവർണർക്കെതിരെ പുറത്ത് കരിങ്കൊടി പ്രതിഷേധമാണ് എസ്എഫ്ഐ ഒരുക്കിയിരുന്നതെങ്കിലും ഗവർണർ എത്തിയതിനു പിന്നാലെ പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിൽ തള്ളിക്കയറുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.